നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമ കുളിക്കുക. ഇവിടെ ആരുമില്ല. ഇതാ പറ്റിയ സമയം. കുളി കഴിഞ്ഞ് ശ്യാമ നേരെ ഈ ചെരുപ്പിടും. പിന്നെ ആ കാണാൻ ചേല് നേരെ തറയില്. അവളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും. അയ്യോ, ആരോ വരുന്നല്ലോ. ഈശ്വര, പെട്ടോ. സൂക്ഷിക്കണ്ട. നീ എന്താ പറ്റിയതെന്നറിയില്ല. ചെരുപ്പിലൊരു വഴുവഴുപ്പ്. ചെരുപ്പിന് വഴുവഴുക്കോ? നോട്ടെ ഇവിടെ. ഇതാരും ഈ സോപ്പ് തേച്ച് വെച്ചത്? അറിയില്ല സാർ, ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാ. പോയേക്കാം. ഏയ്, ഒന്നേ. അതെ, അപ്പൊ ശ്യാമമ്മക്ക് സുഖാണെന്നറിയാൻ വന്നതാ. എന്നാ ഞാൻ പോട്ടെ. എന്താ ശ്യാമയ്ക്ക് എന്തെങ്കിലും നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ വേണോ? ഞാൻ കൊണ്ടുവന്ന പെട്ടികളിലുണ്ട്, എടുത്തു തരാം. മോളുടെ ഉടായിപ്പ് ഒരുപാട് സഹിച്ചതാ. ഉന്നാര മോള് ശ്യാമയ്ക്ക് വിഷം കൊടുത്തതാ. അത് ഒരുവിധം മറന്നു വരിക. അങ്ങനെയൊക്കെ സംഭവിച്ചോ? ഞാനതറിഞ്ഞില്ല. എന്ന് ആ മോളുടെ അമ്മ അറിയാൻ വേണ്ടി പറയാം. ഇനിയും നിങ്ങൾ ശ്യാമയുടെ അടുത്ത് ഇതുപോലെ ഓരോ നമ്പറുമായിട്ട് വന്നേക്കരുത്. എന്റെ വിധം മാറും. പിന്നെ ശരിക്കും ഈ രണ്ട് കാലും തറയിൽ ഉറപ്പിച്ച് തിരിച്ചു പോവില്ല. നിങ്ങള് കാലുകൾ ഞാൻ തല്ലി ഓടിക്കും, സൂക്ഷിച്ചോ. മനുഷ്യനായ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അമ്മയും മകളും കൂടി അത് കടന്നിരിക്കുക. ഇനി ചിലപ്പോ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഒന്ന് പോയേ, എന്റെ മുന്നിൽ നിന്ന് പോയേ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞെരിച്ചു. സർ മതി, അവര് പോയിക്കോട്ടെ. ഞാൻ വെറുതെ അല്ല പറയുന്നത് ശ്യാമേ. ഇനി എന്റെ ശ്യാമയ്ക്കോ വയറ്റിലുള്ള കുഞ്ഞിനോ എതിരെ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയാലും ആ കൈ ഞാൻ വിട്ടും. നോക്കിക്കോ. ബാങ്ക് മാനേജർ ആരാ? ഞാനാ. ഞാൻ SI ആ, മനസ്സിലായോ? അറിയാം സർ. എന്നാലേ ഈ ജപ്തി നടപടികളൊക്കെ ഒന്ന് നിർത്തിവെക്കണം. അത് സർ, കുടിശ്ശിക ക്യാഷ് അടയ്ക്കാതെ ജപ്തി എങ്ങനെ നിർത്താനാ? അത് പറ്റില്ല സർ.
നിങ്ങൾക്ക് കിട്ടാനുള്ള ക്യാഷ് 15 ലക്ഷം രൂപ ഞാൻ പേ ചെയ്താലോ? എങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ആ നിമിഷം ജപ്തി അവസാനിപ്പിക്കാം. എങ്കിലേ ആ തുക ഞാൻ പേ ചെയ്യും. ക്യാഷോ ചെക്കോ? ക്യാഷ് ഓക്കെ അല്ലേ? ശരി സാർ. അപ്പൊ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ പറയട്ടെ? ആ ആ ഓക്കെ സാർ. സാറേ, ഞങ്ങൾ കുടുംബക്കാർക്ക് സംസാരിക്കാൻ ഒരു 15 മിനിറ്റ് സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ക്യാഷ് പേ ചെയ്യാം. ആ ഓക്കെ. അമ്മേ, വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ ജപ്തി എന്ന് പറഞ്ഞതോ? അത് നടക്കില്ല മോളെ. മോള് പേടിക്കണ്ട കേട്ടോ. അശ്വതി, മോള് വാ, അകത്തേക്ക് പോവാം. നിങ്ങളും വാ. ആ വാ. വാ മോളെ. വാ മോനെ. അമ്മേ ഒരു മിനിറ്റ്. ബാങ്കിന്റെ കുടിശ്ശിക 15 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തന്നെ പേ ചെയ്യും. അങ്ങനെ ജപ്തി ഇവിടെ അവസാനിക്കും. എന്താമ്മേ, സന്തോഷായില്ലേ? അതിനുമുമ്പ് അമ്മ എനിക്ക് തന്ന വാക്ക് അത് പാലിക്കണം. എന്താ, ശരിയല്ലേ അമ്മേ? അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അല്ല, അശ്വതി ഒരുങ്ങിയില്ലേ? ഇതാണ് വേഷം. ഒരുക്കത്തിലേക്ക് എന്തിരിക്കുന്നു ജയേഷേ? നിങ്ങൾ വന്നേ, ചടങ്ങ് നടക്കട്ടെ. വരൂ, അവിടെ ഒരുക്കങ്ങള്. ആ അമ്മേ, ചെല്ലു മോനെ. മോളെ വാ. അമ്മ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. നീ വാ, അപ്പൊ എല്ലാം നിനക്ക് മനസ്സിലാവും. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ബാങ്കുകാർ ഇപ്പൊ വീട് പൂട്ടി സെയിൽ ചെയ്യും. വാ മോളെ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.